മമ്മി ഞാൻ ഇറങ്ങുവാണേ. എടി നിന്റെ പപ്പാന്ന് പോലെ ഒരുത്ത ഇവിടെ ഇരിപ്പുണ്ട്, എന്നോടുകൂടെ പറഞ്ഞിട്ട് പോകാം. അതെന്തിനാ പപ്പ എന്നും പറഞ്ഞിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പോഴും സംശയമുണ്ടോ ഞാൻ പപ്പയുടെ മോളല്ലെന്ന്? ക്ലാസ് വിട്ടാ വീട്, വീട് വിട്ടാ ക്ലാസ്, അല്ലാതെ അവിടെ ഇവിടെ കറങ്ങി നടന്നാണല്ലോ ഈ പടി ഞാൻ കയറ്റിയല്ലോ പറഞ്ഞേക്കാം. എന്റെ മനുഷ്യ, ഇയാളുടെ പേര് ബാബുട്ടൻ എന്നാണോ അതോ ബാബു പൊട്ടൻ എന്നാണോ? ഈ പിള്ളേരോടൊക്കെ ഇടപെടാൻ നിങ്ങൾ ഇനി എന്നാ മനുഷ്യ പഠിക്കുക? ഇന്നത്തെ പിള്ളേരുടെ കാര്യമൊന്നും നിങ്ങൾക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ കണ്ടിട്ടായി പിള്ളേർ വളരുന്നത്. അവരോടൊരു മയത്തിലൊക്കെ വേണ്ട ഇടപെടാൻ. ഇല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ അവര് പെരുമാറും, അത്ര തന്നെ. കാഴ്ത്തി ഞെരിച്ചു കൊല്ലും എന്നെ ധിക്കരിച്ചു നടന്ന. എന്നെ അവൾക്ക് അറിയില്ല. അവൾക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാമല്ലോ. അതെന്താടി ഒരു മൊനവച്ച സംസാരം? എന്റെ പുറകെ നടന്ന് കുറെ കാലം ശല്യം ചെയ്തതല്ലേ. എന്റെ വിധി. അയ്യോ, വിളിക്കാം വിളിക്കാം വിളിക്കാം. ദേ, ഞാൻ കുറച്ച് മലക്കറികൾ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? എവിടെയാ? എടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ മുത്തേ, 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ വിളിക്കരുതെന്ന്. മോളും ഭാര്യ ഇപ്പം പുറത്തോട്ട് പോയതേ ഉള്ളൂ. അവരുടെ മുന്നിലേ ഞാൻ അല്പം ഗൗരവത്തിലാണ് നിൽക്കുന്നത്. അവളെ കിട്ടിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഒരുപാട് പെമ്പിള്ളാരുടെ പുറകെ നടന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പറ്റാന്ന് പറഞ്ഞ പോലെ അവസാനം വന്ന് വീണത് അവളുടെ മുന്നിലാണ്. ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, അന്നൊക്കെ ഞാൻ നിന്നെ കണ്ടിരുന്നെങ്കിലും. ആഗ്രഹമില്ലാണ്ടല്ലട മുത്തേ, ഒരു പെൺകൊച്ചായി പോയില്ലേ. അല്ലെങ്കിൽ നോക്കായിരുന്നു. അല്ലേലും നീ വിഷമിക്കണ്ട, ഇനിയുള്ള കാലം നീ എൻ്റെ ബെസ്റ്റി ആയിരിക്കും. അതറിയില്ലേ? അതാണ് ന്യൂ ജനറേഷൻ വിവാഹേതര അഭിഹിത ബന്ധം. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ബെസ്റ്റി ഉണ്ടായിരിക്കും. പരസ്പരം ബോറടിക്കുമ്പോൾ ഒരു ചേഞ്ച്. എന്ത് രസം നിന്റെ ചിരി കേൾക്കാൻ. ചേട്ടന്റെ ഭാര്യ ചിരിക്കാറൊന്നുമില്ലേ? ചിരിക്കാറുണ്ട്. അവളുടെ ഒരു ചിരിയിലാണ് ഞാൻ വീണു പോയത്. ഇപ്പം അവള് ചിരിക്കുമ്പോളേ ഒരു ഡ്രാക്കുളയുടെ ചിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞ അയാളൊരു ബഹു ബോറനാന്നേ. എപ്പോൾ നോക്കിയാലും മുഖത്തൊരു ഗൗരവം കെട്ടിവെച്ചേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇയാളെ ഞാൻ എങ്ങനെയാ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. ഇങ്ങനെ ചിരിച്ചെന്നെ കൊതിപ്പിക്കാതടാ മുത്തേ. എന്തായാലും എനിക്ക് ഭയങ്കര അസൂയുണ്ട് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ കാണുമ്പോൾ.
ഇത്ര നേരത്തെ ജനിക്കണ്ടായിരുന്നു തോന്നാറുണ്ട്. ആ എല്ലാറ്റിനും ഒരു യോഗം വേണമെന്ന് പറഞ്ഞു ചുമ്മാതല്ല. അല്ലേലും ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ 6 ബോറും പരിപാടിയാണ്. പഴുത്ത ചക്കച്ചുള കണ്ടിട്ട് തിന്നാൻ പോയി ഈച്ചയുടെ അവസ്ഥ. ഒട്ടിപ്പിടിച്ചാൽ പിന്നെ ഊരിപ്പോരാൻ പറ്റത്തില്ല. ഒരു കൊച്ചൂടുണ്ടായ പിന്നെ പെണ്ണിൻ്റെ കാര്യം പറയുകയേ വേണ്ട. അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, മോളെ ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞില്ല ഞാൻ അയാളുടെ തനി സ്വഭാവം കാണാൻ തുടങ്ങി. നമ്മളോട് സെൻറ്റിമെൻസും ഇല്ല, റൊമാൻസും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എൻ്റെ ഭാര്യയൊക്കെ എന്തൊരു ദുരന്തമെന്നറിയാവോ? അൺസൈക്കബിളാണ്. ചേട്ടന് ഞാനില്ലേ? ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴും ഉള്ള സംസാരവും കാണലും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. നമ്മുടെ ബന്ധം ചേച്ചി അറിഞ്ഞാലോ? അവളൊരു മണ്ടിയല്ലേ, അതിനുള്ള ബോധമൊന്നും അവൾക്കില്ല. പോരാത്തത് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വരാം, കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വരാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റരുത് കേട്ടോ. രാവിലെ വന്നാൽ വൈകുന്നേരത്തിന് മുമ്പേ വിടണേ. മോള് വൈകുന്നേരം കോളേജ് വിട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും പുള്ളി വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്ക് എന്നെ വലിയ വിശ്വാസമാണ്. വിശ്വസിക്കുന്നവരല്ലേ നമുക്ക് ചതിക്കാൻ പറ്റൂ. ചേച്ചിക്ക് വേറെ ബെസ്റ്റ് ഉണ്ടാവോ? അവളൊരു പൊട്ടി, അവൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലെന്നേ. ചേച്ചി അറിഞ്ഞാലോ? അവളറിഞ്ഞാൽ എനിക്കെന്ത്, അവളുള്ള പണി നോക്കാൻ പറയും. കടയിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ സഞ്ചി എടുത്ത് ഇറങ്ങിയപ്പോഴേ പുള്ളി അവിടെ പത്രം നിന്നിരിപ്പായിരുന്നു. അവിടെ ഇരിക്കട്ടെ മനുഷ്യൻ. അത് ഞാൻ കടയിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ബൈ ചേട്ടാ. ആ എന്താണ്? ഒരു 1/4 കിലോ പയർ. ആരെ എടുക്കട്ടെ? മോൻ ചേട്ടാ കൂടുതൽ മോഹിക്കല്ലേ. ഭാര്യയില്ലേ വീട്ടില്? അല്ല, ചോദിക്കണമല്ലോ, എന്നാലല്ലേ അറിയുള്ളൂ. അല്ലേ? ഓ നീ എന്താ എത്ര താമസിച്ചത്? എവിടെയായിരുന്നു ഒന്ന് മാറിയേ. നിൽക്കുകയാണ്. ഇവൾക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും കയറി വരാനും. ഇതെന്താ എന്റെ മനുഷ്യ? ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുക. ചോദിക്കണ്ടേ? എടി അവൾ ചോദിച്ചു കേട്ടില്ലേ, നീ എവിടെ ആയിരുന്നു ഇത്ര നേരം? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ആണോ പെണ്ണോ? നിങ്ങൾ ഇത്ര സംശയത്തോടുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. ഞാനേ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ പ്രായത്തിൽ ഇഷ്ടം പോലെ ജീവിച്ചവരല്ലേ. അതുകൊണ്ടല്ലേ വീട്ടുകാരെ എതിർത്തിട്ട് പരസ്പരം പ്രണയിച്ച് കല്യാണം കഴിച്ചത്. എടി നിനക്കെന്നെ അറിയില്ല, കാഴ്ത്ത് ചോദിച്ചു പോലും ഞാൻ. ഹോ, അതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. നിങ്ങളുടെ മാന്യത സദാചാരമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തേ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഒളിസേവിയും കട്ടതിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തേ തെളിവ് വേണോ? സഞ്ജു, ഹായ് ഡിയർ, എല്ലാവർക്കും സർപ്രൈസ് ആയില്ലേ? ബേബിയെ പറഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് വെക്കാം. ഓ മൈ ഗാഡ്, നൈസ് ഹൗസ്. വാവ്, എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇന്ന് ഇവിടെ അടിച്ച് പൊളിക്കും. ചിക്കര ഹോസ്റ്റൽ വെച്ച് നോക്കുമ്പോൾ ദിസ് ഫീൽസ് ലൈക്ക് ഹെവൻ ബേബി. വാവ് ബേബി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, വാട്ട് എ നൈസ് ഹൗസ്. ഹായ് മാമി, സോ സ്വീറ്റ്. ഹായ് അങ്കിൾ, ബേബി, ദേ ആർ സോ സ്വീറ്റ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിച്ച് പൊളിക്കാം. ഫ്രണ്ട് സഞ്ജു. ഹായ്. ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ടതാ. Yeah, 1 week. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. Yeah. അവിടുത്തെ ഹോസ്റ്റലിൽ താമസമൊന്നും അവന് ശരിയാവുന്നില്ലെന്നേ. No, no. ഞാൻ എന്റെ കൂടെ പോരാൻ പറഞ്ഞു. എന്റെ മുറിയിൽ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. പരസ്പരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് വേണമെങ്കിൽ ഭാവിയിൽ കല്യാണം കഴിക്കാം. Oh yes. ബേബി, കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ താമസിക്കാട്ടോ. ഇവിടെ നല്ല നാച്ചുറൽ എയർ ഫ്ലോ ഉണ്ട്. ഇറ്റ് ഇസ് സോ കൂൾ ഹിയർ. ബേബി, ട്രാവൽ ചെയ്ത് ഞാൻ നല്ലോണം ടയേർഡായി. വേർ ഇസ് അവർ റൂം? എനിക്കൊന്ന് ഫ്രഷ് ആവണം. Come on, dear. Come. Mommy, please. Wow, baby, your room is so nice.
This is very bad character. എനിക്ക് ഒളിഞ്ഞോട്ടം ഇഷ്ടമല്ല. Bloody country malus. നിങ്ങളൊരു കാര്യം ചിന്തിച്ചിരുന്നു, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരും വക്കീലന്മാരുടെ മക്കൾ വക്കീലന്മാരും എഞ്ചിനീയർമാരുടെ മക്കൾ എഞ്ചിനീയർമാരും ആവുന്നത് എന്തുകൊണ്ട്? നല്ല കാതുള്ള മരത്തിലെ ശില്പം കുത്താൻ പറ്റുകയുള്ളൂ. അതായത് മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് ചുരുക്കം.